അങ്ങനെ ഒരുപാട് കാത്തിരുന്ന ഒരു മൂവി ഇതാ ഇന്ന് പോയി കണ്ടു. ആട് 3 വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1. ഇനി പാർട്ട് 2 ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. തിയേറ്ററിൽ വളരെ ഫ്ലോപ്പായ ഒരു മൂവിയാണ്. അതിന് പിന്നെ OTTയിലും കാര്യങ്ങളിലൊക്കെ വന്നതിന് ശേഷമാണ് ആ സിനിമയ്ക്ക് അത്രയും പ്രസക്തിയും കാര്യങ്ങളും കിട്ടിയത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അതിനുശേഷം 2017 അതിൻ്റെ സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്തു. സെക്കൻഡ് പാർട്ട് അതിഗംഭീരമായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഒത്തി തന്നെ ആ സിനിമ അത്രയും, കാരണം ക്യാരക്ടേഴ്സ് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അതിലെ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. നമ്മൾ ഏതൊരു ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നമ്മൾ അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ നെയിം പറയും. ആട് സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്. ഇപ്പോൾ ഷാജി പാപ്പനാണെങ്കിലും അറക്കൽ അബു ആണെങ്കിലും സാത്താൻ സേവിയർ ആണെങ്കിലും സർബത്ത് ഷമീർ ആണെങ്കിലും പിന്നെ ശശി ആശാൻ പിന്നെ ഡ്യൂഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ട് അത്രയും നമ്മുടെ ഉള്ളിൽ കയറിയ കുറേ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വമ്പ ഹിറ്റായി. തിയേറ്ററിൽ 1 ഹിറ്റായി, OTTയിൽ വന്നാണെങ്കിലും 1 ഹിറ്റായി. നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു കിടിലം മൂവിയാണ്. അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ എല്ലാം കണക്കിലെടുത്ത് കിഡിലായിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ള ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ്. അതിൽ പ്രൊഡ്യൂസർ വിജയ് ബാബുവാണ്, മ്യൂസിക് ഷാൻ റഹ്മാൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഷാൻ റഹ്മാനാണ്. എൻ്റെ മോനെ ഒരു ഫൺ റൈഡ്, ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയാണ് സിനിമ. അത്രയും ഗംഭീരമായിട്ടുള്ള കോമഡി, അത്രയും ഗംഭീരമായിട്ടുള്ള ഇഷ്ടംപോലെ ഫണ്ണായിട്ടുള്ള മൊമെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾ ട്രെയിലർ കണ്ടതാണ്, നിങ്ങൾക്ക് അറിയാം അതിലൊരു പ്രത്യേകതരം ഒരു പഴയകാല ഒരു ടൈം ട്രാവൽ സെറ്റപ്പ്. അത് നമ്മുടെ ജയസൂര്യ എന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ടൈം ട്രാവലിൻ്റെ സെറ്റപ്പാണ് സിനിമയിൽ. അപ്പോൾ അത് എത്ര പേർക്ക് ദഹിക്കും അല്ലെങ്കിൽ എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടും എന്നുള്ള അറിയില്ല. പക്ഷെ നല്ല എൻജോയ് ചെയ്ത് കണ്ടൊരു കിടിലം മൂവിയാണ്. കാരണം ആ ഒരു എലമെന്റ് അവിടെ ഉണ്ടെങ്കിൽ പോലും ആ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ആടെന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡ് എന്താണ്, അത് തന്നെയാണ് തേടും. അത്രയും കിടിലായിട്ട് ആ സിനിമോട്ടോഗ്രഫി ആണെങ്കിലും അതിൻ്റെ ഒരു കളർ ഗ്രേഡിയൻസും കാര്യങ്ങളും അതിൻ്റെ ആർട്ട് വർക്ക് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റിനും സെക്കൻഡിലും അത്രയും അവർക്ക് ആ ഒരു ആർട്ട് വർക്ക് അത്രയും ഒരു എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടില്ല. കാരണം ഇതിൽ വരുമ്പോൾ അതിൽ പഴയകാല കുറേ സംഭവങ്ങളും പഴയകാല സെറ്റപ്പ്, അതിൻ്റെ കുറേ ബാക്ക്ഗ്രൗണ്ട്സ് ആണെങ്കിലും അതിനു വേണ്ടി തയ്യാറെടുക്കണം. അപ്പോൾ അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡ്രസ്സിങ് ആണെങ്കിലും കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാജി പാപ്പൻ നമുക്കറിയാമല്ലോ, ഷാജി പാപ്പൻ പുള്ളി അങ്ങ് അഴിഞ്ഞാടെയാണ്. പുള്ളിക്കാരൻ്റെ ഹൈ റേഞ്ചും പുള്ളിക്കാരൻ്റെ നടുവേനയും അത് തന്നെയാണ് സിനിമ. അയ്യോ, നല്ല നല്ല ഫൺ റൈഡ് മൂവി. ഇതിൽ എന്താ പറയുക, നമ്മൾ ഒരു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ഫസ്റ്റ് മൂവി ഫ്ലോപ്പായിട്ട് അതിനൊരു സെക്കൻഡ് പാർട്ട് വരിക, പിന്നെയും കുറച്ച് വർഷം കഴിഞ്ഞ് തേർഡ് പാർട്ട് വരിക. ഇത്രയും വർഷം കഴിഞ്ഞു ആ സിനിമ ഇറങ്ങിയിട്ട്, ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ട് 2015 എന്തോ ഇറങ്ങിയാന്ന് തോന്നുന്നു. 2017 സെക്കൻഡ് പാർട്ട് വരുന്നത്. അത് കഴിഞ്ഞിപ്പോൾ ഇത്രയും വർഷമായി, 6, 7, 8, 9 വർഷത്തോളം ആയെന്ന് തോന്നുന്നു. അത്രയും നാൾ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ആവേശം ഉണ്ടല്ലോ, ആട് സിനിമയോടുള്ള ഒരു ആവേശം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അത്രയും എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളിൽ കയറിയാണ് എല്ലാവരും, അത്രയും നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ആ ക്യാരക്ടേഴ്സും കാര്യങ്ങളാണ് എല്ലാവരും. കാരണം ഇപ്പം എല്ലാവരും നമ്മുടെ ഡ്യൂഡാണെങ്കിലും ഷാജി പാപ്പൻ, അറക്കൽ അബു എല്ലാവർക്കും കയ്യടി ഉണ്ടായിരുന്നു തിയേറ്ററിൽ. എല്ലാവർക്കും ഭയങ്കര കയ്യടിയും ആരവവും കാര്യങ്ങളും തമാശയൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തു. അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയ, എന്താ പറയുക, ചുമ്മാ തട്ടിക്കൂട്ട് ചളി പരിപാടിയൊന്നുമല്ല, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ എലമെൻറ്റ്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു. കോമഡീസ് കാര്യങ്ങളൊക്കെ നല്ല ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ ചിരിച്ച് കുറേ നാൾക്ക് ശേഷം അത്രയും ഞാൻ ചിരിച്ചു. സത്യം പറഞ്ഞാൽ അത്രയും നാൾക്ക് ശേഷം ഞാൻ അത്രയും നന്നായിട്ട് ചിരിച്ച ഒരു മൂവിയാണിത്. കാരണം അത്രയും വിചാരിച്ചില്ല. കാരണം എന്താ പറയുക, കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ അങ്ങനെയാണ് സിനിമയ്ക്ക് പോകുന്നത്. അപ്പം ആ ഒരു ഇത് തന്നെയാണ് പോയത്. എന്തോ വരട്ടെ, എന്തോ ആയിക്കോട്ടെ, ഓക്കെ കാണാം എന്നുള്ള വേണ്ടി. പക്ഷേ എന്നെ എൻജോയ് ചെയ്യിപ്പിച്ച മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനെ കൊണ്ടാണ് ഞാൻ പോയത്. ആ പയ്യനെ ഞാൻ എടുത്തിട്ട് അടിയായിരുന്നു ദേഹത്തൊക്കെ. കാരണം അത്രയും ഞാൻ കോമഡി കേട്ട് ചിരിച്ച് അത്ര ഇതായിട്ട് പുള്ളി ഇങ്ങനെ ഞാൻ ഉപദ്രവിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അത്രയും ഞാൻ എൻജോയ് ചെയ്ത് കണ്ടു സിനിമ. കാരണം അങ്ങനെ ഒരു ഫൺ റൈഡ് മൂവിയാണ്. പക്ഷെ എല്ലാവർക്കും പറ്റുമോ എന്നുള്ളത് കണ്ട് അറിയാനേ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയകാല എലമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ അത് എത്രത്തോളം ടൈം ട്രാവലിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എത്ര പേർക്ക് അത് ദഹിക്കും, എത്ര പേർക്ക് അത് കണക്റ്റ് ആവുമെന്നുള്ള അറിയില്ല. പക്ഷേ അത് അങ്ങനത്തെ എലമെൻറ്റ് നിൽക്കുമ്പോൾ ആ ഒരു എലമെൻറ്റ് തന്നെ വെച്ചുകൊണ്ട് അത്രയും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിൻ്റെ ആ ഒരു ഫണ്ണ് അതിൻ്റെ അകത്ത് വരണം എന്ന് വിചാരിച്ച് തന്നെയാണ് സിനിമ ചെയ്തിട്ടുള്ളത്. ഓഡിയൻസിനെ എങ്ങനെയൊക്കെ തൃപ്തിപ്പെടുത്തണമെന്ന് മിഥുൻ മാനുവൽ തോമസിന് നന്നായിട്ട് അറിയാം. അങ്ങനെ തന്നെയാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഒരു ആ ഒരു വർക്ക് അടിപൊളിയായിരുന്നു. ഫുള്ളായിട്ടുള്ള ആ ഒരു സിനിമോട്ടോഗ്രഫി, ആ ഒരു കളർ ഗ്രേഡിയൻസ് നമ്മളെ കാണുന്ന മീൻസ് ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. സിനിമയുടെ എക്സ്പീരിയൻസ് ഒരു വല്ലാത്തൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് സിനിമ കിട്ടിയത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മീൻസ് ഒരു ആട് സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ട്.
പക്ഷെ ഒരു പുതുതായിട്ടുള്ളൊരു എക്സ്പീരിയൻസും ആ സിനിമ തരുന്നുണ്ട്. അങ്ങനത്തെ ഒരു കിടിലൻ മൂവിയാണ്. എന്തായാലും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി ഒന്ന് കാണാം. ഇപ്പോൾ ദുരന്തർ റിലീസ് ചെയ്തിട്ടുണ്ട്. ദുരന്തർ ഇപ്പോൾ റണ്ണിങ് ആണ്. ദുരന്തറിനും നല്ല പോസിറ്റീവ് റിവ്യൂസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പക്ഷേ ആട് 3 മിസ്സാക്കരുത്. ഇപ്പോൾ നിങ്ങൾ നല്ലൊരു കോമഡി പടം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റി ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു പടം നോക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ടിക്കറ്റ് എടുത്തോ, ആട് 3 പോയി കണ്ടോ. അത്രയും കിടിലൻ പടം, സൂപ്പർ പടമാണ്. അപ്പോൾ ഇത്ര തന്നെയാണ്. നിങ്ങൾ എന്തായാലും പറ്റുമെങ്കിൽ പോയി നല്ലൊരു തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യുക. ഷാജി പാപ്പനെയും പിള്ളേരെ അത്രയും കയ്യടിയോടെ നമുക്ക് സ്വീകരിക്കാം. ഓക്കെ, അപ്പം വേറെ ഒന്നുമില്ല. വീണ്ടും സന്ധിക്കും വരെ വണക്കം.